കൊച്ചിയിലെ ജനങ്ങളെ ശ്വാസം മുട്ടിച്ച ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇപ്പോൾ അടിമുടി മാറി. ബയോമൈനിംഗ് പദ്ധതിയിലൂടെ 2.93 ലക്ഷം മെട്രിക് ടൺ മാലിന്യങ്ങളാണ് ഇതുവരെ സംസ്കരിച്ചത്. BPCLന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റും മാസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കും. ഇതാണ് പഴയ ബ്രഹ്മപുരത്തിന്റെ മുഖം. മാർച്ച് 2 ബ്രഹ്മപുരത്തെ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചത്. ഒരു വർഷത്തിനു ശേഷം ബ്രഹ്മപുരത്തിന്റെ മുഖമാകെ മാറി. ബ്രഹ്മപുരത്തുള്ള എല്ലാ സാധനങ്ങളും മാറ്റി അടുത്ത വേനൽക്കാലമാകുമ്പോൾ ബ്രഹ്മപുരം നിവാസികളും കൊച്ചി നഗരവാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരു കത്തുപിടുത്തത്തിൻ്റെ ആശങ്കയില്ലാതെ പോകാൻ കഴിയുന്ന സംവിധാനത്തിന് ഒരു ഫലപ്രാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. 2 പ്ലാന്റുകളും 50 ടൺ മാലിന്യം വെച്ച് ഒരു ദിവസം സംസ്കരിക്കാവുന്ന നിലയിലാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അവരുടെ ഒരു ആത്മവിശ്വാസം 75 വരെ ഈസി ആയിട്ട് പോകാമെന്നാണ്. കൂടുതൽ സ്ഥലം കൊടുത്താൽ കൂടുതൽ കൊണ്ടുപോകാമെന്നാണ്. നമ്മളങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. ഭൂമിയുടെ മേലുള്ള ഏതാണ്ട് മുഴുവൻ പ്ലാസ്റ്റിക്കും ഇവിടെ നിന്ന് മിക്കവാറും നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ബയോമൈനിങ്ങിലൂടെ 2.93 ലക്ഷം മെട്രിക് ടൺ മാലിന്യങ്ങൾ ഇതുവരെ സംസ്കരിച്ചു. 9 ലക്ഷത്തിനടുത്ത് മെട്രിക് ടൺ മാലിന്യങ്ങൾ സ്റ്റെബിലൈസേഷൻ നടപടികൾ പൂർത്തിയാക്കി. 1360 ലോഡ് ബയോമൈനിങ് വേസ്റ്റുകൾ സിമന്റ് ഫാക്ടറികളിലേക്ക് കയറ്റി അയച്ചു. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾക്ക് പകരം നവീകരിച്ച പുതിയ റോഡുകൾ വന്നു. പ്ലാസ്റ്റിക് മല വീക്ഷിക്കാൻ വാച്ച് ടവർ സ്ഥാപിച്ചു. 3000 മെട്രിക് ടൺ മാലിന്യങ്ങൾ വരെ സംസ്കരിക്കാൻ കഴിയുന്ന യന്ത്ര സംവിധാനങ്ങൾ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന CCTV ക്യാമറകൾ. അങ്ങനെ ഇക്കാലയളവിൽ ബ്രഹ്മപുരത്തുണ്ടായ മാറ്റങ്ങൾ നിരവധിയാണ്. 30 to 14 acres of land we have gone down around 3 meters. We are getting water at around 2 meters, but still there is waste. Waste of around 2 to 3 feet below that, because I think this is a low lying area where we have just put the waste. ബ്രഹ്മപുരത്തെ മാലിന്യങ്ങൾ സംസ്കരിക്കാനായി ഭൂമി ഗ്രീൻ എനർജി എന്ന കമ്പനിക്കാണ് കൊച്ചി നഗരസഭ കരാർ നൽകിയത്. 2025 മെയ് മാസത്തോടെ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കൈരളി ന്യൂസ്, കൊച്ചി.